കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തിൽ പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനായി പകൽക്കാലം കൂടെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു കുഞ്ഞു വേദഭാഗം ദൈവസന്നിധിയിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു, നിത്യതയിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവം അതാതിന്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ പറയുന്നു. മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തന്നെ നിത്യതയിൽ ദൈവം വച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും ദൈവം ആദിയോടന്ത ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല എന്ന് തിരുവചനത്തിൽ സഭാപ്രസംഗം വിളിച്ചു പറയും. സഭാപ്രസംഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സകലതും നന്നായി നിരീക്ഷിച്ച ഒരു മനുഷ്യനാണ് സഭാപ്രസംഗം. അല്ലെങ്കിൽ ശലോമോൻ. സഭാപ്രസംഗം എഴുതിയത് ശലോമോൻ ആണ്. അപ്പോൾ ശലോമോൻ സകലതും വീക്ഷിച്ച് നിരീക്ഷിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. ഇനി ശലോമോനെ കുറിച്ച് പറയുമ്പോൾ നല്ല ജ്ഞാനമുള്ള മനുഷ്യനാണ് ശലോമോൻ. അവൻ ദൈവത്തോട് ദൈവം എന്ത് വേണം എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ജ്ഞാനം തരണം എന്നാണ് ദൈവത്തോട് പറയുവാൻ തക്കവണ്ണമിടയായത്. സ്തോത്രം. അങ്ങനെ ജ്ഞാനം പ്രാപിച്ച, ദൈവിക ജ്ഞാനം പ്രാപിച്ച ഒരു മനുഷ്യനാണ് ശലോമോൻ എന്ന് നമുക്ക് അറിയാം. സ്തോത്രം. നോക്കണമേ, ശലോമോൻ ജ്ഞാനത്തോടൊപ്പം ദൈവം അവന് ഒത്തിരി നന്മകളും കൊടുക്കുവാൻ തക്കവണ്ണമിടയാണ്. എന്നാൽ ആ മനുഷ്യൻ പറയുകയാ, മനുഷ്യന്റെ നിത്യതയും മനുഷ്യന്റെ ജീവിതവും മരണത്തിനപ്പുറമായിട്ടുള്ളൊരു ജീവിതത്തെ കുറിച്ചും ഒക്കെ അവന്റെ ഉള്ളിൽ തന്നെ ദൈവം ആക്കി വച്ചിട്ടുണ്ട്. പക്ഷെ അവന് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് സഭാപ്രസംഗം വിളിച്ചു പറയുകയാണ്. സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യന്റെ നാളുകളെ കുറിച്ച്, മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ചും ഒക്കെ സഭാപ്രസംഗി വളരെ ശക്തമായിട്ട് വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നോക്കണമേ, സഭാപ്രസംഗി ഒന്നാമത് പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ അവൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചിന്ത അവൻ ആദ്യം പറയുന്നത് ഇങ്ങനെയാ: മനുഷ്യൻ മരിച്ച് കീഴ്പോട്ട് പോകുന്നു, മേൽപോട്ട് പോകുന്നു, ആർക്കറിയാം എന്ന് സഭാപ്രസംഗി പറയുന്നു. സ്തോത്രം. എന്നാൽ അവൻ പ്രാർത്ഥിച്ച് ദൈവിക ദർശനം പ്രാപിച്ചപ്പോൾ തൻ്റെ ചിന്തകളെ മാറ്റിക്കുറിച്ചുകൊണ്ട് താൻ പിന്നത്തെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. സ്തോത്രം. മനുഷ്യന്റെ അവസാനത്തെ കുറിച്ച് പറയുക, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. എന്നാൽ ആത്മാവ് അവന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറിച്ചെത്തുമെന്ന് സഭാപ്രസംഗി വിളിച്ചു പറയുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ഇന്ന് നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് ഈ ഭൂപരപ്പിനെ വിട്ട് വന്ന് യാത്ര ചെയ്യുവാൻ സമ്പുരാൻ അങ്ങോട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യത എവിടെയാകും എന്നും എവിടെയായിരിക്കുമെന്നും നമ്മൾ ഉറപ്പുവരുത്തണം. സ്തോത്രം. ഇവിടെ പറയുന്നത് കണ്ടോ, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു, തിരികെ ചേരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ പൊടിയിൽ നിന്ന് എടുത്തു എന്ന് അത് പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് സഭാപ്രസംഗം വിളിച്ചു പറയുമ്പോൾ, സ്തോത്രം, നമ്മുടെ നിത്യതയ്ക്ക് കുറിച്ച് വളരെ ശക്തമായി വിളിച്ചു പറയുക. ആത്മാവ് അവന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് പറന്നുയരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊരു പകൽക്കാലം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണമേ, ദൈവം നമ്മെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിക്കും.
അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ അടുക്കിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ ഇന്ന് റെഡി ആയിട്ടില്ല, നാളെ വരാമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം വിളിച്ചെടുത്ത് പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നാൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, മരിച്ചവർ ആബാലവൃത്തം വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ആ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ വെള്ള സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. നോക്കണമേ, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ പെട്ടവനായാലും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു ദിനമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യമുണ്ടാകണം. സ്തോത്രം. അടുത്ത് പറയുന്നു സ്തോത്രം, ലാസർ മരിച്ചു, ധനവാൻ മരിച്ചു, രണ്ടുപേരും മരണം വിട്ട് ലോകത്തോടും വിട പറഞ്ഞു. സ്തോത്രം. ലാസറും മരിച്ചു, ധനവാനും മരിച്ചു, രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് കടന്നുപോയി. സ്തോത്രം. ലാസർ എവിടേക്ക് കടന്നുപോയി? ലാസർ അബ്രഹാമിന്റെ മടിത്തട്ടെന്നറിയപ്പെടുന്ന പ്രദേശത്തിലേക്ക് കടന്നുപോയപ്പോൾ സ്തോത്രം, അടുത്ത് ധനവാൻ മരിച്ചവൻ യാതനാ സ്ഥലത്തേക്ക് കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ധനവാൻ അവിടെ കിടന്നുകൊണ്ട് പറയുകയാ, എന്റെ സഹോദരന്മാർ ഭൂമിയിലുണ്ട്, അവരോട് ഈ സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ, അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാൻ എന്നിൽ ഒന്ന് അയക്കണമേ എന്ന് പറയുക. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലാസറിനെ ഒന്ന് അയക്കണമേ എന്ന് ധനവാൻ അപേക്ഷിക്കുകയാ. സ്തോത്രം. ലാസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കിടക്കുന്ന സകല മനുഷ്യരും മാനസാന്തരം പെടുമെന്ന് ധനവാൻ കരുതുക. എന്നാൽ ധനവാനോട് തിരിച്ച് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്ക് അവർ കേട്ടനുസരിച്ചില്ല എങ്കിൽ ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് കടന്നു ചെന്ന് പറഞ്ഞാലും അവർ അനുസരിക്കത്തില്ല എന്ന് തമ്പുരാൻ ധനവാനോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ട്, ഒരു ജീവനുണ്ട്. സ്തോത്രം. ആ ജീവിതം എങ്ങനെയെന്ന് ഈ ഭൂപരത്തിൽ ഈ മഹാലഭ്യ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തു കൊള്ളണം. നമ്മുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് ഇവിടെ നിന്ന് നാം തിരഞ്ഞെടുക്കണം. സ്തോത്രം. ഇവിടെ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട്, സാവകാശമുണ്ട്. സ്തോത്രം. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഇത് ആശ്രയിച്ചുകൊണ്ട് തന്നെ ദൈവത്തെ നന്നായി ആരാധിച്ച് ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്തോത്രം, മനുഷ്യൻ എപ്പോഴും അവന്റെ ഉള്ളിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന നിത്യജീവനെ അവൻ മറന്നുകൊണ്ടാണ് പലപ്പോഴും അവന്റെ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ മണ്ണിനോടും മണ്ണിൽ കിടക്കുന്നതായ വസ്തുവിനോടും കൂടെ ഒക്കെയാണ് അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവം എല്ലാ ദിവസവും വെയിലാകുമ്പോൾ ആദാമിന്റെയും ഹവ്വയുടെയും അടുക്കൽ കടന്നു വരുമായിരുന്നു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം പറയുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നോക്കണമേ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നുള്ള ഒരു ദൈവിക ദൂത് ദൈവം തന്നെ മനുഷ്യരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ നോക്കണമേ, അവർ അത് തന്നെ പറിച്ചു തിന്നുവാൻ തക്കവണ്ണം ഇടയായി. എന്ത് ദൈവം ചെയ്യരുതെന്ന് പറയുന്നുവോ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നുവോ, എന്ത് അനർത്ഥത്തിൽ വീഴരുതെന്ന് ദൈവം പറയുന്നുവോ, അത് തന്നെ പലപ്പോഴും മനുഷ്യൻ അതിൽ തന്നെ വീണ് നശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനപ്പുറം ഒരു ആലോചന പറയുവാനില്ല. നിങ്ങൾ ഈ അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം തമ്പുരാൻ മനുഷ്യനോട് പറഞ്ഞപ്പോൾ മനുഷ്യൻ അതനുസരിച്ചില്ല. അതാ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ
അവിടെ പറയുന്നത് സ്തോത്രം, അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയാൽ ചെയ്തു, നിത്യതയിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. സ്തോത്രം. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയില്ല. സ്തോത്രം. എന്തൊക്കെ ദൈവം ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ ആദിയോടന്തം ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. സ്തോത്രം. നോക്കണമേ, ആദിയോടന്തം, ആദി മുതൽ അവസാനം വരെയുമുള്ള കാര്യങ്ങളെ ദൈവം അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. സ്തോത്രം. അതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കി ജീവിക്കുവാനും അവർക്ക് കഴിയുന്നില്ല, മനുഷ്യർക്ക് കഴിയുന്നില്ല എന്ന് പറയുകയാണ്. സ്തോത്രം. ഏഴ് തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി വെച്ചു. ആ തോട്ടത്തിൽ ദൈവം അവർക്ക് വേണ്ടിയ സകല നന്മകളും ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സ്തോത്രം. നോക്കണമേ, ദൈവം മനുഷ്യന് വേണ്ടിയ സകല നന്മകളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് കൈ നീട്ടി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവം അരുത് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ കൈ നീട്ടി കഴിഞ്ഞാൽ നമ്മെ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങും. ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അധ്വാനത്തിന് കീഴിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കും. സ്തോത്രം. നോക്കണമേ, നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നല്ല നന്മ മുളച്ചു വരേണ്ടതിന് പകരം നമ്മൾ എന്തൊക്കെ നല്ല വിത്തുകൾ വിതച്ചാലും എന്തൊക്കെ നന്മകൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് സ്വരൂപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളുടെ അധ്വാനത്തിന്റെ ഫലം എപ്പോഴും മുള്ളും പറക്കാരെയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആശ്വാസകരമായിരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും കരുതുന്ന നമ്മുടെ തലമുറകൾ, പല തലമുറകളെയും എടുത്തു പഠിച്ചാൽ, പല കുടുംബങ്ങളെയും എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പല കുഞ്ഞുങ്ങളും തങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് പലപ്പോഴും മുള്ളായി മാറാറുണ്ട്. സ്തോത്രം. മുള്ളായി മാറാറുണ്ട്. പലപ്പോഴും അവർ പറക്കാരെയായി മാറാറുണ്ട്. സ്തോത്രം. നോക്കണമേ, ഹല്ലേലൂയ. അവർ പലപ്പോഴും മുള്ളും പറക്കാരെയുമാ വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും കൊള്ളരുതാത്തവരായി മാറാറുണ്ട്. സ്തോത്രം. നോക്കണമേ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കണ്ടോ, പലപ്പോഴും മുള്ളും പറക്കാരെയും. നമ്മൾ എന്ത് വിതച്ചാലും അങ്ങനെ തന്നെ. ശരിക്കും ജീവിതത്തിൽ ഒരാശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നില്ല, ശരിക്കും ഒരു വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല, നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മയാകുമെന്ന് കരുതുന്നത് പലതും നമുക്ക് തിന്മയായി മാറുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സ്തോത്രം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സങ്കീർത്തനയുടെ പുസ്തകം പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വിളിച്ചു പറയുകയാ. സങ്കീർത്തനയുടെ പുസ്തകം 128 സങ്കീർത്തനം പറയുകയാ. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്ക് കണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്ന്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. സ്തോത്രം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നിന്റെ മക്കൾ, സ്തോത്രം, അവിടെ പറയുന്നുണ്ടോ? സ്തോത്രം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. സ്തോത്രം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, യഹോവ ഭക്തന് മാത്രമേ തന്റെ തലമുറകളുടെ നന്മയെ കാണുവാൻ
കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത്, യഹോവ ഭക്തനായ മനുഷ്യന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ, അവൾ ഫലപ്രദമായ മുന്തിരിവള്ളി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താ ഈ ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ പ്രത്യേകത എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല, അവന് യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ല. അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇമ്പമുള്ള വാക്കുകളാ. അവൾ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ കരുതുന്നു. സ്തോത്രം. അവന് ഒരു ക്ഷീണവും വരാതെ, ഒരു പ്രയാസവും വരാതെ, ഒരു വേദനയും വരാതെ അവൾ അവനെ സൂക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ അവനെ പരിപാലിക്കുന്നു, വേണ്ടിയതെല്ലാം ഒരുക്കി കൊടുക്കുന്നു. ഒരു ക്ഷീണം വരാതെ, ഒരു പ്രയാസം വന്നാൽ, ഇനി ഒരു മനുഷ്യനല്ലേ, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ശരീരമെന്ന് പറയുന്ന താഴ്ചയുള്ള ശരീരമാ. ഒരു താഴ്ച സംഭവിച്ചു, ഒരു വീഴ്ച സംഭവിച്ചു, ഒരു രോഗം സംഭവിച്ചു, ഹല്ലേലൂയ, അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു അവൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണത്തിൽ കിടക്കുന്ന പുരുഷനെ, ക്ഷീണത്തിൽ കിടക്കുന്ന ആ തൻ്റെ ഭർത്താവിനെ അവൾ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്രം. രോഗശൈലിയിൽ താങ്ങുന്നു. സ്തോത്രം. അതാ പറയുന്നത്, അവൾ ഫലപ്രദമായ മുന്തിരിവള്ളി. സ്തോത്രം. അവന് ക്ഷീണം വരാതെ, അവന് പ്രയാസം വരാതെ, അവന് ബുദ്ധിമുട്ട് വരാതെ, അവന് ക്ലേശം വരാതെ അവനെ താങ്ങി പരിപാലിച്ച് നടത്തുന്നത് ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന് പറയുന്നു. സ്തോത്രം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് വെറുതെ പറയുന്നതല്ല. സർവശക്തനായ ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ തലമേലുണ്ട് എന്ന്. സ്തോത്രം. അടുത്ത് പറയുന്നു, അവന്റെ മക്കളെ കുറിച്ച് പറയുന്നത്, അത് ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന്. സ്തോത്രം. ഒലിവ് തൈകൾക്ക് പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഒലിവ് യാതൊരു ഇടിച്ചെടുത്ത ഒലിവെണ്ണയെ കുറിച്ച് പറയുന്നു. സ്തോത്രം. ഒലിവ്, സ്തോത്രം, എപ്പോഴും ആ ക്ഷീണത്തെ മാറ്റുന്നതാണ്, വരൾച്ചയെ മാറ്റുന്നതാണ്. അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സ്തോത്രം. എന്റെ പാനപാത്രവും നിറഞ്ഞു കഴിയുന്നു. സ്തോത്രം. അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. സ്തോത്രം. നോക്കണമേ, ഒലിവിന്റെ പ്രത്യേകത എന്താ? ഹല്ലേലൂയ. ഒരു ക്ഷീണം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, തങ്ങളുടെ അപ്പനെ കരുതുന്ന തലമുറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ ഭക്തനായ മനുഷ്യന്റെ പ്രത്യേകതയാ ഇവിടെ പറയുന്നത്. സ്തോത്രം. അവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സ്തോത്രം. ഇവിടെ പറയുന്നുണ്ട്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ വിരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സ്തോത്രം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഇവിടെ സ്തോത്രം നെട്ടോട്ടം ഓടുകയാണ്. എന്തിനാ? അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരെ അവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നിത്യത അവന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. അവനത് അറിയാൻ പറ്റുന്നില്ല, അവനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. നോക്കണമേ, നിത്യതയെ കുറിച്ചുള്ള അറിവില്ലായ്മ. സ്തോത്രം. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ ആക്കി വച്ചിരിക്കുന്നു എങ്കിലും ആ നിത്യതയെ കുറിച്ച് അവൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. സ്തോത്രം. യോഹന്നാനിൽ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോയിട്ട് പറയാ, കർത്താവേ, ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നിത്യജീവനെ കുറിച്ച് ചോദിക്കുകയാ. സ്തോത്രം. അപ്പോൾ കർത്താവ് തിരിച്ച് അവനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നോക്കണമേ, ആരാണ് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയും, നിക്കോദോമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ പണ്ഡിതനാണ്, വളരെ അറിവുള്ള മനുഷ്യനാണ്.
പക്ഷെ നിത്യജീവനെ കുറിച്ച് അറിഞ്ഞില്ല. പക്ഷെ അവൻ അറിയണമെന്നൊരാഗ്രഹം. അവൻ ആ നിത്യജീവനെ കുറിച്ച് അറിയേണ്ടതിന് അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വേണം. കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് കർത്താവേ ഞാൻ നിത്യജീവൻ എങ്ങനെ കൈക്കൊള്ളും, എങ്ങനെ പ്രാപിക്കുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് സ്തോത്രം പറയുക, സ്തോത്രം ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടായെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. എവിടെ മനുഷ്യൻ നിത്യജീവനെ നഷ്ടപ്പെടുത്തിയോ, സ്തോത്രം, ഏതൻ തോട്ടത്തിൽ ദൈവം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് സ്തോത്രം കർത്താവ് പറഞ്ഞ വാക്ക് അവർ അനുസരിക്കാതെ അവർ നിത്യജീവനെ നഷ്ടപ്പെടുത്തിയോ. അടുത്ത രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, അവരോട് കർത്താവ് പറഞ്ഞുകൊടുക്കുക, നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ സ്തോത്രം വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുക ആർക്കും കഴിയുകയില്ല. സ്തോത്രം. നിത്യജീവൻ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോ നിത്യരാജ്യത്തിൽ അവകാശിയായ നിത്യരാജാവായ കർത്താവ് ഈ കാണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കാണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനെന്നറിയാമോ? മാനവകുലത്തിന്റെ രക്ഷയ്ക്ക്, മാനവകുലം രക്ഷ പ്രാപിക്കണമെന്ന്, നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം സ്തോത്രം അത് നൽകേണ്ടതിനായിട്ട് ഇറങ്ങി വരുവാൻ തക്കവണ്ണമിടയായി. സ്തോത്രം. നിത്യജീവനെ നൽകേണ്ടതിന് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കർത്താവ് പറയുകയാ, സ്തോത്രം, ഒരുവൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണം. എങ്ങനെയാ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കുന്നത്? വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണമെങ്കിൽ സ്തോത്രം ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിനക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് മനം തിരിയും, മാനസാന്തരപ്പെടണം, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. അടുത്ത പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. സ്തോത്രം. സ്നാനമേൽക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. സ്തോത്രം. സ്നാനമേറ്റ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് സ്വർഗ്ഗം തുറക്കും. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. ഹല്ലേലൂയ. അഗ്നി അഭിഷേകം മനുഷ്യന്റെ മേൽ ഇറങ്ങി വരും. ആമേൻ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും 120 പേർ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ച് സ്തോത്രം സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് സ്തോത്രം അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്നുവരെയും അവർ സംസാരിക്കാത്ത ഭാഷ സർവശക്തനായ ദൈവം അവർക്ക് കൊടുത്തു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചു. അവർ ദൈവരാജ്യത്തിന്റെ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവർ ദൈവ ഭാഷയിൽ സംസാരിച്ചപ്പോൾ, ദൈവത്തിന്റെ ഭാഷ സംസാരിച്ചപ്പോൾ കണ്ടു നിന്നവർ പറയുക, ഇവർ വീഞ്ഞു കുടിച്ചു, മത്ത് പിടിച്ചു, മദ്യലഹരിയെ അവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സ്തോത്രം അവർ ഹല്ലേലൂയ ഇവരെ നോക്കിയിട്ട് ദൈവകൃപ പ്രാപിച്ചവരെ നോക്കി മദ്യലഹരിയിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ ഹല്ലേലൂയ ഇറങ്ങി വന്നിട്ട് പത്രോസ് പറയാ, ഇവർ ലഹരി പിടിച്ചവരല്ല, ഇവരുടെ മേൽ ഇറങ്ങി വന്നത് സ്വർഗ്ഗീയ അഭിഷേകമോ. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവാചകൻ അരുളി ചെയ്ത, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം ഇവരുടെ മേൽ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. വാഗ്ദത്തം നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് നൽകുന്ന ദൈവം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ദൈവം. ഹല്ലേലൂയ. അതാ പറയുന്നത്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. സ്തോത്രം. നിന്റെ അധ്വാന ഫലം മുള്ളും പറക്കാനുമാകത്തില്ല. അഭിഷേകം പ്രാപിച്ച ദൈവമൈകളെ, ദൈവകൃപ പ്രാപിച്ച ദൈവമൈകളെ, ദൈവം അനുഗ്രഹിച്ച ദൈവമൈകളെ
ഭാഗ്യമല്ല. നിന്റെ അധ്വാന ഫലം അത് ഉള്ളാകത്തില്ല, അത് പറക്കാതെയാകത്തില്ല. Praise the Lord. Praise the Lord. വാഗ്ദത്തം നമുക്ക് നമ്മുടെ തലമുറകൾക്ക് തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഈ സുവിശേഷം നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സകലതും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അതാതിന്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്യുന്നവനാണ്. സ്തോത്രം. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഉള്ളിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യതയിൽ ദൈവം ചെയ്തു ആക്കി വെച്ചു. പക്ഷെ ആ നിത്യതയെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവൻ എവിടെ നിന്ന് വരുന്നു, എങ്ങനെയൊക്കെയാകുന്നു എന്ന്, നമ്മൾ ഇവിടെ എത്ര കാലം ആയിരിക്കുമെന്നും ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗി വിളിച്ചു പറയുന്നത് കണ്ടോ, ദൈവം എല്ലാം അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നുണ്ടോ, പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങിച്ചു. എന്നാൽ അകത്തിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറിച്ചത്. അന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയണം, കർത്താവേ, ഞാൻ നിന്റെ കൽപ്പനകൾ അനുസരിച്ചു, നിന്റെ വഴിയിൽ നടന്നു, നിന്റെ സന്നിധിയിൽ നിന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, നിന്റെ അഭിഷേകത്തിൽ ഞാൻ ആനന്ദിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടുക. എന്തിനാണ്? ഈ ചുരുങ്ങിയ ജീവിത കാലഘട്ടം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറയുന്നു. അവിടെ 70 സംവത്സരം, ഏറിയ 80 സംവത്സരം. അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖവും അത്രേ. ആ നാളുകൾ വേഗം തീർന്നു പോകും. സ്തോത്രം. ശിവപ്രഭാതങ്ങൾ പറയുന്നു, പുല്ലുണർന്നു, പൂപ്പാടുന്നു, യഹോവയുടെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്ഷണികമാ മനുഷ്യന്റെ ആയുസ്. ആ ക്ഷണികനാകുന്ന മനുഷ്യ നിന്റെ ആയുസ്, നീ ഈ ഭൂമണ്ഡലത്തിൽ അവസാനിച്ച നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ഹല്ലേലൂയ. നീ ഓർക്കുന്നുണ്ടോ? നീ മനസ്സിലാക്കുന്നുണ്ടോ? നീ നെട്ടോട്ടം ഓടുകയല്ലേ? ഈ ഭൂമണ്ഡലത്തിൽ ആനന്ദത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. നീ നെട്ടോട്ടം ഓടുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ചിലവഴിക്കുവാൻ ഇവിടുത്തെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. അത് വേഗം തീർന്നു പോകും, അത് വേഗം നശിച്ചു പോകും, അത് വേഗം ഇലപൊഴിയുന്നത് പോലെ കടന്നു പോകും. പക്ഷേ നിന്റെ നിത്യത എന്ന് പറയുന്നത് അത് അനന്തമോ, അത് അനന്തമോ, അത് നിത്യമായതാ. സ്തോത്രം. അത് നശിക്കാത്തതാ. അത് എവിടെ ചിലവഴിക്കുമെന്ന് നീ ഇവിടെ, സ്തോത്രം, നീ ഇവിടെ തീരുമാനമെടുക്കണം. ഇവിടെ സ്തോത്രം, ഇവിടെ നാം ചെയ്യുന്നതാ അവിടെ നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ കഷ്ടതയായിരിക്കാം, ഇവിടെ ഒരു പക്ഷേ പ്രയാസമായിരിക്കാം, ഇവിടെ ഒരു പക്ഷേ വേദനയായിരിക്കാം. സ്തോത്രം. സാരമില്ല. നീ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുക. സ്തോത്രത്തിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നിത്യതയിലേക്കായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വിളിക്കും നേരം കാണുമെൻ. പ്രൈസ് ദി ലോർഡ്. ഭക്തൻ പാടുന്നത് എങ്ങനെയാ? വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണുമെൻ പേരും, വിളിക്കും നേരം കാണുമെൻ പേരും. പ്രൈസ് ദി ലോർഡ്.
സ്തോത്രം. 12-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ ഉറങ്ങി, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതവുകൾ അടയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ബലവാന്മാർ കുനിയും. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആരോഗ്യത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയും. എന്നാൽ പ്രായം കൂടുന്തോറും നമ്മുടെ നട്ടല് വളയും. സ്തോത്രം. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ ആരുടെയും മുമ്പിൽ കുനിയത്തില്ല, ഞാൻ ആരുടെയും മുമ്പിൽ കുനിയത്തില്ല, ഞാൻ ബലത്തോടെ നിൽക്കും. എനിക്കിന്ന് ആരോഗ്യമുണ്ട്, എനിക്കിന്ന് കഴിവുണ്ട്, എനിക്ക് എന്തും ചെയ്യുവാനുള്ള ബലമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ബലവാന്മാർ കുനിയും. സ്തോത്രം. നമ്മുടെ നട്ടല് നമ്മളറിയാതെ കുനിയും, വളയും. പ്രൈസ് ദി ലോർഡ്. അരയ്ക്കുന്നവർ ചുരുക്കമായ അവർ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുകൾ പലതും പൊഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പേ നമ്മുടെ രക്ഷിതാവിനെ കാണും. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് പഠിച്ചു വരുമ്പോൾ രോചനക്കുരു ഫലിക്കാതെ ഏത് മരുന്ന് കഴിച്ചാലും ഏത് ഗുളികകൾ വാരി വിഴുങ്ങിയാലും സൗഖ്യം വരാത്തൊരു കാലമുണ്ടെന്നേ, ഒരു പ്രായമുണ്ടെന്നേ. സ്തോത്രം. രോചനക്കുരു രോഗത്തിന് ശമനമുണ്ടാകത്തില്ല. തുള്ളന്മാർ ഇഴഞ്ഞു നടക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബദാം വൃക്ഷം പൂക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് കറുത്ത്, ഹല്ലേലൂയ, നല്ല കറുപ്പായിട്ടിരിക്കുന്ന മുടികളൊക്കെ ബദാം വൃക്ഷം പോലെ പൂക്കും. പ്രൈസ് ദി ലോർഡ്. നല്ല മനോഹരമായ വെള്ള കളറാകും. സ്തോത്രം. ഇന്ന് പലരും വെള്ളയായതിനെ കറുപ്പിച്ചു, സ്തോത്രം, മിനുക്കിയും, സ്തോത്രം, ചെറുപ്പം നടിച്ചു നടക്കുമ്പോൾ ഹല്ലേലൂയ തിരുവചനം പറയുന്നത് കണ്ടോ? സ്തോത്രം. ബലവാന്മാർ കുനിയുന്നൊരു കാലഘട്ടമുണ്ട്. അതിനു മുമ്പേ സ്തോത്രം ഇവിടെ പറയുന്നുണ്ട്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. സൃഷ്ടാവിനെ ഓർത്ത് ജീവിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.